മന്ത്രവാദത്തിനെ രണ്ടിനെ ബാലൻസ് ചെയ്ത് യുക്തിവാദത്തെയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ദൈവിക ചിന്തയെ രണ്ടിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം ആ കാര്യത്തിൽ താൻ എന്നോട് വാദിക്കണ്ട എന്ന് പറഞ്ഞാ എങ്ങനെയാണ്? മാത്രമല്ല CPM ഏതാണ്ട് ആ നിലപാടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇല്ല, ഒരിക്കലും പോകാമെന്ന് വിശ്വാസത്തിന് CPM എതിരല്ല, വിശ്വാസികൾക്ക് വിശ്വാസമാവാം. മനസ്സിലായോ? അത് കറക്റ്റാ. നിങ്ങൾ അമ്പലത്തിൽ വിശ്വാസികൾക്ക് വിശ്വാസം, ഇതല്ലേ ഒരു ബാലൻസ് എന്ന് പറയുന്നത്. എന്നോട് ഇത് വേണ്ടായിരുന്നു. ഇവിടെ ഇദ്ദേഹം പറഞ്ഞത് മന്ത്രവാദത്തെ, കൊലപാതകം നടന്ന മന്ത്രവാദത്തെ ന്യായീകരിക്കുന്നു എന്ന് പറഞ്ഞ രാഹുൽ ഈശ്വറാണ്. പക്ഷെ ഇതിനകത്ത് ഒരുപാട് യാഥാർത്ഥ്യമുണ്ടെന്നും ആ യാഥാർത്ഥ്യം കേരളത്തിലെ സമൂഹം തിരിച്ചറിയണമെന്നുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ അവസാനിപ്പിക്കാൻ ശ്രമിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അല്പം പരാജയപ്പെട്ടു. ഒരിക്കലും പരാജയപ്പെട്ടു എന്നല്ല, അതിപ്പോ പറയാൻ കഴിയില്ല. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ് ഇതിനെതിരെ വിശ്വാസി സമൂഹം പ്രതികരിക്കണം. ഞാൻ എന്ത് തെറ്റിയതാ മുതലാളി എന്നോട് കൊലച്ചത് ചെയ്ത്? എപ്പോഴും വിശ്വാസി സമൂഹത്തിൽ മോഡറേറ്റ് ആയി നിൽക്കുന്നവർ പ്രതികരിക്കാത്തത് തങ്ങൾ പറഞ്ഞാൽ ഇതിനിടയിൽ അടി ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചു. ഹൈന്ദവ സംസ്കാരത്തിന്റെ ആകെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടാണ് രാഹുൽ ഈശ്വർ സംസാരിക്കുന്നത്. അറിയാത്ത പിള്ളക്ക് ചൊറിയുമ്പോഴേ അറിയൂ. രാഹുൽ ഈശ്വർ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനക്കാരെ അന്ധവിശ്വാസത്തിനെതിരെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിലും വലിയ തമാശ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് വേറൊന്നും കാണില്ല. ഓരോരോ അന്ധവിശ്വാസി. ഗുരുവായൂർ അമ്പലത്തിൽ താഴ്ന്ന സമുദായക്കാരന് കയറുവാൻ വേണ്ടി സമരം നടത്തിയത് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്. നീ ഒന്നും പണയണ്ട. അന്ന് അവിടുത്തെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നത് ബഹുമാനപ്പെട്ട സഖാവ് AKG ആയിരുന്നു. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? രാഹുൽ ഈശ്വരെ പോലെ അന്ധവിശ്വാസങ്ങളെ ഇത്രയധികം പ്രൊമോട്ട് ചെയ്യുന്ന ഒരാൾക്ക് എങ്ങനെ അന്ധവിശ്വാസത്തിനെതിരെ പോരാടാൻ കമ്മ്യൂണിസ്റ്റ്